ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. ഇപ്പം എങ്ങനെയുണ്ട് ക്ലൈമറ്റൊക്കെ? തണുപ്പാണല്ലേ? മഞ്ഞുകാലം, വിൻ്റർ സീസൺ. ഈ മഞ്ഞുകാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവും. ഫേസിൽ, ലിപ്പിൽ, കയ്യിൽ, കാലിലൊക്കെ പൊരിഞ്ച് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വരും. നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കയറും. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണല്ലേ. ഇവിടെ രാവിലെ നല്ല മഞ്ഞാണ്. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ്, നല്ല തണുപ്പാണ്. വെള്ളമൊക്കെ നല്ല ഐസ് വാട്ടർ പോലെ ഇരിക്കും. വൈകുന്നേരവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉച്ചയ്ക്കുണ്ടല്ലോ ഭയങ്കര വെയിലും ഭയങ്കര ചൂട്. നമുക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റില്ല. റോഡൊന്ന് ക്രോസ് ചെയ്താൽ മതി. ഒരു കടയിൽ നിന്ന് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ സാധനം വാങ്ങാൻ മറ്റേ കടയിലോട്ട് റോഡൊന്ന് ക്രോസ് ചെയ്ത് പോയാൽ മതി. അപ്പം തന്നെ തലവേദന എടുക്കും. നമ്മുടെ സ്കിൻ കരുവാളിപ്പുണ്ടാകും. അങ്ങനത്തെ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ കൂടും. ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ, മെലസ്മ ഒക്കെ കൂടും. അങ്ങനത്തെ ഒരു അൾട്രാ വയലറ്റ് കിരണങ്ങളോട് കൂടിയ കടുത്ത ചൂട്, സൂര്യരശ്മി അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലൈമറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊക്കെ സുഖമായി ഇരിക്കുന്നില്ലേ? നല്ല ക്ലൈമറ്റ് അല്ലേ? ഇതുപോലെയൊക്കെയുള്ള ക്ലൈമറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞത്. നല്ല ക്ലൈമറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, ചിലർക്ക് സുഖമായിരിക്കും. പക്ഷെ എന്തായാലും നമ്മൾ ക്ലൈമറ്റിനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേനും കഠിനമായ വേനൽ വരും. അപ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ചൂട് വരും. അപ്പോഴും നമ്മൾ പറയും, ഹോ കടുത്ത ചൂട്, ഭയങ്കര ചൂട്, അത് ഇതെന്നൊക്കെ. അത് നമ്മുടെ ഒരു പ്രകൃതമാണ്. മഴയായാൽ നമ്മൾ പറയും ഈ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ സീസണിലും വരുന്ന ക്ലൈമറ്റ് അനുസരിച്ച് മുമ്പോട്ട് പോവുക. പ്രത്യേകിച്ച് കാലം മുമ്പോട്ട് പോകുമ്പം ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴേ ഇതിൽ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പം ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഉണ്ടായ തീക്ഷ്ണങ്ങളായ എന്നാൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ രസകരങ്ങളായ കുറച്ച് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ 1 by 1 ആയി ഓരോ വീഡിയോസിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നതിൽ ഒരു കഥയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഥയൊന്ന് കേട്ട് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ കുറേ സ്കൂളുകളിലും മാറി മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ലീവ് വേക്കൻസിയിലായിരുന്നപ്പോഴും മാറി മാറി വർക്ക് ചെയ്യേണ്ടി വന്നു. പിന്നീട് സ്ഥിരം പെർമനൻറ്റ് പോസ്റ്റിൽ കയറിയതിനു ശേഷവും ഡിവിഷൻ ഫോള് കൊണ്ട് ഒക്കെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ചില സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറയുമ്പം സ്വാഭാവികമായിട്ടും ഡിവിഷൻ ഫോള് വരും. അപ്പോൾ അത് നമ്മളെ ബാധിക്കും, ജൂനിയേഴ്സിനെ ബാധിക്കും. അങ്ങനെ ജൂനിയർ ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ കുറേ ത്രോൺ ഔട്ട് ആകുക, അങ്ങനെ ദൂരെയുള്ള സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ ആകുക. ജോലി ഇല്ലാതെ ഇടയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ സ്ഥിരം ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നു പോയതുകൊണ്ട് കുറേ സ്കൂളുകളിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അന്നേരം കുറേ ബുദ്ധിമുട്ട്, ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, വീട്ടിലെ വർക്കൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് ദൂരെയൊക്കെ പോകണം, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പേരൻസ് ഉണ്ടായിരുന്നു, കുറച്ച് കൃഷി പാരമ്പര്യമൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നത് കൊണ്ട് പണിക്കാരുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും അതിനകത്ത് കുറേ രസകരങ്ങളായ കാര്യങ്ങളുണ്ട്. കാര്യം ഒരേ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അധികം പ്രദേശങ്ങൾ പരിചയപ്പെടാനോ കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയുക, സഹപ്രവർത്തകരുടെ ഒരു സുഹൃത്ത് വലയം സൃഷ്ടിക്കാനോ ഒന്നും കഴിയില്ലല്ലോ. ആ സ്കൂളിൽ വരുന്നവരെ മാത്രമല്ലേ പരിചയപ്പെടാൻ പറ്റുള്ളൂ. ഇത് കുറേ സ്കൂളുകളാകുമ്പോൾ കുറേ ദേശങ്ങൾ, കുറേ നാടുകൾ, കുറേ ആൾക്കാർ, കുറേ സഹപ്രവർത്തകരെയൊക്കെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി. അതിൽ നിന്ന് അനുഭവങ്ങൾ ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കുറേ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ കുറേ പേരൻസ്, കുറേ കുട്ടികൾ, നമുക്ക് കുറേ പരിചയ സമ്പത്ത് കൂടും അല്ലേ. അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ നിന്ന് മാറി മറ്റൊരു സ്കൂളിലേക്ക് അങ്ങനെയുള്ള അധ്യാപക ജീവിത യാത്രയ്ക്കിടയിൽ ഉണ്ടായ കുറേ അനുഭവ സമ്പത്തുണ്ട് കേട്ടോ. അധ്യാപകരിൽ നിന്നായാലും നമ്മുടെ ഹെഡ് മാസ്റ്റർമാരിൽ നിന്നായാലും കുട്ടികളിൽ നിന്നായാലും പേരൻസിൽ നിന്നായാലും ഒക്കെ. അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന
രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പം രസകരമായിട്ട് തോന്നും, അന്ന് അത്ര രസകരമായി തോന്നിയില്ല. ഒരു രക്ഷിതാവ് സ്വന്തം മകനെ കള്ളനാക്കാൻ ശ്രമിച്ച ഒരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കേട്ടിട്ട് എന്തു തോന്നുന്നു? ഇങ്ങനെയുമുണ്ട് രക്ഷിതാക്കൾ എന്നറിഞ്ഞിരിക്കുക. അതായത് ആ കുട്ടി പഠനത്തിൽ വീക്കാണ്, ലേശ ഉഴപ്പൊക്കെ ഉണ്ട്, ആൺകുട്ടിയാണ്. അപ്പോൾ അവൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോന്നിട്ട് സ്കൂളിലെത്തിയില്ല. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി അതിനു മുമ്പേ പേരൻസ് മീറ്റിംഗ് വെച്ചപ്പം അയാൾ വന്നില്ല. പിന്നെ വരാത്ത പേരൻസിനെ ടീച്ചേഴ്സ് കോണ്ടാക്റ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ഞാനും വരാത്ത പേരൻസിനെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു ദിവസം ഇയാളിങ്ങ് വന്നിരിക്കുകയാണ്. വരുന്ന സമയത്ത് കുട്ടി സ്കൂളിലെത്തിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും കുട്ടികൾ ആബ്സെൻ്റ് ആകാറുണ്ടല്ലോ. അപ്പോൾ ആബ്സെൻ്റ് ആയാൽ കുറച്ച് ദിവസങ്ങളൊക്കെ അടുപ്പിച്ച് ആബ്സെൻ്റ് ആയാലല്ലേ നമ്മളത് അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. ഒരു ദിവസം ബൈ ചാൻസിൽ ഇപ്പോൾ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആബ്സെൻ്റ് ആവുക, എന്തെല്ലാം കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അന്വേഷിക്കാൻ പോകുകയല്ലോ. അതുകൊണ്ട് ഞാൻ ആബ്സെൻ്റ് മാർക്ക് ചെയ്തു, കൂടുതലൊന്നും അന്വേഷിച്ചില്ല. ഇയാളിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കുട്ടി ക്ലാസ്സിൽ ഇല്ല, എത്തിയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും വിചാരിച്ചു, എനിക്കും ഒരു വിഷമസന്ധിയായി എന്ന് പറഞ്ഞാൽ കുട്ടി പിന്നെ എവിടെ പോയി എന്നായി. അങ്ങനെ ഇരുന്നപ്പം ഇയാൾ അല്പം ലഹരിയൊക്കെ വിട്ടിട്ട് കണ്ണൊക്കെ ചുവപ്പിച്ച് ഇങ്ങോട്ട് കയറി വന്നേക്കുന്നതിനെ കണ്ടാലേ അറിയാം. അപ്പം ഇയാൾ വളരെ രൂക്ഷമായിട്ട് മകനോടുള്ള അയാളുടെ മനസ്സിലുള്ള ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ എത്തിയിട്ടില്ലേ, ആഹാ എന്നുള്ള മട്ടിൽ അയാൾ സ്റ്റാഫ് റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞാനുണ്ടല്ലോ എൻ്റെ മകനെ ഒരു കള്ളനാക്കിത്തരാം, അവൻ്റെ അമ്മയുടെ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കാം, എന്നിട്ട് ഞാൻ അവനെ ജയിലിൽ അടപ്പിക്കാം എന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ അന്തം വിട്ടുപോയി. ഇതെന്തു കഥ, ഇതെന്തു രക്ഷിതാവ്. അപ്പം ഇയാൾ അല്പം പൂസാന്ന് എനിക്ക് മനസ്സിലായി. ഞാനെന്ത് ചെയ്തു? അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. അയാൾ അവിടെ നിന്ന് എന്നോട് തുടർന്ന് സംസാരിക്കുന്നതിൽ ഒരു പന്തികേട് തോന്നി. കാരണം ഒരു സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്വഭാവക്കാരായ അധ്യാപകരുടെ ഒരു കൂട്ടം അവിടെയുണ്ട് അല്ലേ. ചിലരൊക്കെ പേരൻസിനെ വളരെ മയത്തിൽ കുട്ടികളെയും കൈകാര്യം ചെയ്യും. ഇന്ന് എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. കാരണം നിയമങ്ങളൊക്കെ മാറി, അധ്യാപകർക്ക് വടിയെടുത്തുകൂടാ, പേടിപ്പിച്ചുകൂടാ. അപ്പോൾ കുട്ടികളോടും അങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് രക്ഷിതാക്കളോടുമൊക്കെ പരുഷമായി സംസാരിച്ചുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രക്ഷിതാക്കളും കുട്ടികളോടും മയത്തിലാണ് ഇടപെടുന്നതും പെരുമാറുന്നതും ഒക്കെ. കുറച്ച് കാലം മുമ്പത്തെ കഥയായതുകൊണ്ട് അന്ന് രക്ഷിതാക്കളും കുട്ടികളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യും, അധ്യാപകരും അത് ചെയ്യും. അപ്പോൾ അധ്യാപകരായാലും രക്ഷിതാക്കളോടായാലും കുട്ടികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഉഴപ്പിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴെനിക്ക് തോന്നി അയാൾ അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന്. കാരണം ആ കുട്ടിയെ മറ്റ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ആ കാര്യം ശ്രദ്ധിക്കും, ഏറ്റുപിടിക്കും. ഒരു ഇൻ്റർവെൽ ടൈമുമാണ്. അപ്പം മിക്ക ടീച്ചേഴ്സും സ്റ്റാഫ് റൂമിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറേ പേരൊക്കെ ക്ലാസ് റൂമുകളിലായിരിക്കില്ലേ. അപ്പോഴുണ്ടല്ലോ ഞാൻ ഇയാളെ തന്ത്രപൂർവ്വം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നിങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളെ വിളിച്ചിട്ട് മെല്ലെ എണീറ്റങ്ങ് നടന്നു ഓഫീസ് റൂമിലേക്ക് പോയി. എനിക്കൊറ്റയ്ക്ക് ഇയാളെ കൈകാര്യം ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ മെല്ലെ ഓഫീസ് റൂമിലേക്ക് പോയി. ഇയാൾ എൻ്റെ പുറകെ വന്നു. ഇയാൾ അവിടെ എത്തുന്നതിന് മുമ്പേ ഞാൻ അല്പം സ്പീഡിൽ നടന്നിട്ട് HMൻ്റെ ക്യാബിൻ തുറന്ന് അവിടെ കയറി HMന് ഈ സംഭവത്തെക്കുറിച്ചൊരു മുൻ ധാരണ കൊടുത്തു. എന്നിട്ട് ഇയാളെ HMൻ്റെ ക്യാബിനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ HM ഞാനും കൂടി തന്ത്രപരമായിട്ട് ഇയാളെ പറഞ്ഞ് മയപ്പെടുത്തി വീട്ടിൽ വിട്ടു. നിങ്ങൾ വീട്ടിൽ ചെന്ന കുട്ടിയെ ശിക്ഷിക്കുകയും ഒന്നും ചെയ്തേക്കരുത്. അവൻ നാളെ വരുമ്പോൾ ഞങ്ങൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം, എവിടെയായിരുന്നു എന്തായിരുന്നു, ഇനി അങ്ങനെ ചെയ്യരുത്, ഉഴപ്പരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇയാളെ ശാന്തനാക്കി വിട്ടു. എന്നിട്ട് HMൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരാന്തയിൽ നിന്ന് ഇയാളോട് ആവർത്തിച്ച് പറഞ്ഞു, ചെന്നിട്ട് കുട്ടിയെ തല്ലാനൊന്നും പോയേക്കരുത്, നാളെ അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം, അവനെ നല്ല കുട്ടിയാക്കി മാറ്റാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് വളരെ ശാന്തനാക്കി തിരിച്ചു വിട്ടു. എന്നിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയാൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിയെ വല്ലാണ്ട് തല്ലുമോ,
കുട്ടിക്ക് വല്ലാണ്ട് പ്രയാസമായി പോകുമോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് വിചാരിച്ച് ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. പിറ്റേ ദിവസം അന്ന് ഇന്നത്തെ പോലെ അത്രയ്ക്ക് ലാൻഡ് ഫോണൊക്കെ ഉള്ളൂ, മൊബൈൽ ഫോൺ ഒന്നും അത്രയ്ക്ക് പ്രചാരമായിട്ടില്ല. അപ്പോഴും ഞാൻ പിറ്റേ ദിവസം കുട്ടി വരുന്നുണ്ടോ എന്ന് നോക്കി ടെൻഷനോടുകൂടി ഉത്കണ്ഠയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നു. ഏതായാലും കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ചോദിച്ച് മനസ്സിലാക്കി. ചോദിച്ചപ്പോൾ വീട്ടിലെ അച്ഛൻ ഇങ്ങനെ തന്നെയാണ് അവനോട് പെരുമാറുന്നത്. അപ്പോൾ ഈ കുട്ടി ആൺകുട്ടിയാണ്. ടീനേജിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവൻ പഠിക്കുന്നില്ല എന്നുള്ള ഒരു ബോധം ആ രക്ഷിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കുട്ടികൾ ഇത് മിക്ക രക്ഷിതാക്കൾക്കും പറ്റുന്നതാണ്. കുട്ടികൾ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കുകയില്ല. ഇത്രയൊക്കെ പഠിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഒരു ഹൈസ്കൂളിലൊക്കെ കയറി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് SSLC 10ാം ക്ലാസ്സിൽ കയറി കഴിയുമ്പോഴാണ് ഇവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ ഒരു ബോധോദയം ഉണ്ടാകുന്നത്. ആ ബോധോദയം പേരൻറ്റിനുണ്ടാകുന്ന സമയത്ത് ആ പേരൻ്റ് എന്താ ചെയ്തേ, കാണിച്ചു കൊടുത്ത മാതൃക വെള്ളം അടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കി, അസ്വസ്ഥതയുണ്ടാക്കി, ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ ആയിരുന്നു അവരുടെ ജീവിതം, കുടുംബജീവിതം. ആ അന്തരീക്ഷത്തിലല്ലേ ആ കുട്ടി വളർന്നു വന്നത്. പിന്നെ എത്ര നന്നാകാനാ? ആ കുട്ടിക്ക് വായിക്കാൻ വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം വേണ്ടേ? എന്നിട്ട് 10ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും നീ വായിക്കുന്നത് പോരാന്ന് പറഞ്ഞായി പ്രഹരവും ശാസനയും ഒക്കെ. അപ്പം ഇത്തരം രക്ഷിതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. സ്വന്തം മകനെ ആ സമയത്ത് അയാളുടെ ഉള്ളിൽ കിടന്ന മദ്യമാണ് സംസാരിച്ചത്, അയാളല്ല. ലഹരി കഴിച്ചു കഴിഞ്ഞപ്പോഴേ അയാളല്ലാതായി മാറി. അപ്പോൾ അയാളിലെ മൃഗീയ വാസന ഉണർന്നു. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ കള്ളനാക്കി തരാമെന്ന്. ആർക്ക്? എനിക്കോ? എനിക്ക് വേണ്ടി അയാളുടെ മകനെ കള്ളനാക്കി തന്നിട്ട് എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത്തരം ഒരു രക്ഷിതാവിനെ ഞാൻ കൈകാര്യം ചെയ്ത കഥയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും എൻ്റെ അധ്യാപക ജീവിതത്തിലെ കഥകളും വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെയായി, അല്ലെങ്കിൽ വ്യത്യസ്ത വിഷയങ്ങളുമൊക്കെയായി ഞാൻ വരാം കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ക്ലൈമറ്റിനെ കുറിച്ച്. ഞാൻ എങ്ങനെയാണ് ഈ മഞ്ഞുകാലത്തെ ഡ്രൈ സ്കിന്നിനെ അതിജീവിക്കുന്നത് എന്നറിയാമോ? കണ്ടോ ഈ വീഡിയോയിൽ എൻ്റെ സ്കിന്നിനൊക്കെ ഇത്തിരി കളർ കൂടിയിട്ടുണ്ട് കേട്ടോ. നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോയിൽ അടുത്തേക്ക് വരാം, ക്യാമറയുടെ അടുത്തേക്ക് വരാം. ഇവിടെ കുറച്ചൊരു കറുത്തപ്പാടുണ്ട്, അതും പിന്നെ ഇവിടെ കുറച്ചൊരു കറുത്തപ്പാടുണ്ട്. അതും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 37 ഏജൊക്കെ ആയപ്പോൾ തുടങ്ങിയ സംഭവമാണ്. ഇവിടെ അങ്ങോട്ട് തുടങ്ങി കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ 2 കവിളിലും തുടങ്ങി. എന്നിട്ടിങ്ങനെ ഉണ്ടായിരുന്നു താഴേക്ക്. അത് പിന്നെ മാഞ്ഞ് വന്നിട്ട് ഇവിടെ കുറച്ച് കറുപ്പായി, ഇവിടെയും ആയി. പക്ഷേ ഇവിടുത്തേത് ഭയങ്കര കറുപ്പായിരുന്നു, വല്ലാണ്ടൊരു കറുപ്പായിരുന്നു. അത് പിന്നെ ഞാൻ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഓയിൻമെൻറ്റ് വാങ്ങി അപ്ലൈ ചെയ്ത് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഒരു സൺസ്ക്രീൻ ഓയിൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വിൻ്റർ സീസൺ ആയപ്പോഴുണ്ടല്ലോ, മഞ്ഞുകാലമായപ്പോൾ ഞാൻ മറ്റൊരു സംഭവമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്കിന്ന് സാധാരണ നോർമൽ സ്കിന്നാണ്. ഒരുപാട് ഓയിലി എന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് ഡ്രൈ സ്കിൻ എന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രീം, ഹണി വാക്സ് ക്രീമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് തേനിൻ്റെ മെഴുകും, അതൊരിക്കലും മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല, പ്രകൃതിദത്തമാണ്, തേനീച്ച ഉണ്ടാക്കുന്നതാണ് മെഴുക്. അപ്പോൾ എന്തായാലും തേന് നമ്മൾ എല്ലാ ഫേസ് ക്രീമിലും ഫേസ് മാസ്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഹണി നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ തേനിൻ്റെ മെഴുക് അതിനേക്കാൾ ഗുണമുള്ളതാണ്. ഒരുപാട് 250 ഗുണങ്ങളുള്ളതാണ്, 250ഓളം ഗുണങ്ങളുള്ളതാണ് തേനിൻ്റെ മെഴുക്. ഇതിലാണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൻതേനിൻ്റെ മെഴുകും ചെറുതേനിൻ്റെ മെഴുകും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ചെറുതേനിൻ്റെ മെഴുക് ഏറെ ഗുണമുള്ളതാണ് അല്ലേ, മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. തേനീച്ച കൃഷി ഉള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ക്രീം. അപ്പോൾ അവർക്ക് തന്നെ ധാരാളം മെഴുക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൽ കൃത്രിമമൊന്നും കൃത്രിമമായിട്ടുള്ള മെഴുക് വാങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കെമിക്കലുമില്ല. തേനിൻ്റെ മെഴുകും
പിന്നെ ഒറിജിനൽ തേനിൻ്റെ മെഴുകും കസ്തൂരി മഞ്ഞൾ പൗഡറും കോക്കനട്ട് ഓയിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മൂന്നും നമ്മുടെ സ്കിൻ കെയറിന് വളരെ അത്യുത്തമമായ ഔഷധ മൂല്യമുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ്. കളർ വെക്കാനും നല്ലതാണ്. ഞാനിപ്പം 1 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആ ഇത്തിരി കറുപ്പ് മാത്രമേ അങ്ങനെ നിൽക്കുന്നുള്ളൂ. ബാക്കി ഫേസൊക്കെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, ഒരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. എൻ്റെ ലിപ്പിനും കളർ വെച്ചിട്ടുണ്ട്. നമ്മൾ ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുകയല്ലേ, ലിപ്സ്റ്റിക്ക് ഇടാതെ തന്നെ ഒരു ലൈറ്റ് റോസ് കളർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പം മാഡത്തിൻ്റെ ലിപ്പ് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത്തിരി കളർ കൂടിയിട്ടുണ്ട് ഇല്ലേ, നോക്കിക്കേ, കണ്ടോ? ചൊടിയൊക്കെ ഇത്തിരി കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരാഴ്ച കൊണ്ടൊന്നും കളർ വെക്കുമെന്ന് പറയാൻ പറ്റിയല്ല. പക്ഷേ നമ്മളൊരു മാസമൊക്കെ അടുപ്പിച്ച് ഉപയോഗിച്ചാൽ തീർച്ചയായും കളർ വയ്ക്കും, നല്ല ഗ്ലോ വയ്ക്കും. നന്നായി കറുത്തവർ 1 മാസം കൊണ്ട് വെളുക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ കളർ ക്രമേണ കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ കുറച്ച് കളർ വെക്കും. ഒന്നില്ലെങ്കിൽ ഉള്ള കളറിനൊരു ഗ്ലോ വരും കേട്ടോ. എന്തിനാണ് നമ്മൾ ഈ സൗന്ദര്യവുമായി വിട്ടുവീഴ്ച ചെയ്യുന്നത്? നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ സ്വന്തം സമ്പത്തല്ലേ, സ്വകാര്യ സമ്പത്തല്ലേ. അതൊന്നും അടിയറ വയ്ക്കേണ്ട കാര്യമില്ല ആർക്കും വേണ്ടിയിട്ടും അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ആയിട്ട് ചെറിയ പൈസയൊക്കെ മുടക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പൈസയ്ക്ക് കിട്ടുന്നതാണ്. നമ്മൾ ചില പ്രൊഡക്റ്റിൻ്റെയൊക്കെ വില ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചില ഫേസ് ക്രീമിനൊക്കെ നല്ല വിലയാണ്, നല്ല വിലയുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ടാവും. ക്വാളിറ്റി പ്രോഡക്റ്റിന് ഇപ്പോഴും വിലയുണ്ട്. ഇത് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, ഇത് 50 ഗ്രാമേ ഉള്ളൂ. ഇതിനകത്തെ ഉള്ള ക്വാണ്ടിറ്റി 50 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള വിലയേ ഉള്ളൂ എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെച്ചമെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് മിതമായ നിരക്കിൽ കിട്ടുന്നു എന്നുള്ളതാണ്, ന്യായമായ നിരക്കിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സൗന്ദര്യമുള്ളവരായിരിക്കാം, ആരോഗ്യമുള്ളവരായിരിക്കാം, സന്തോഷമുള്ളവരായിരിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ വന്നോളൂ. അപ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷമുള്ള ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളൊക്കെ കാണും. എന്നിരുന്നാലും അതിനെ മറികടന്ന് നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാം. അപ്പോൾ ബൈ. ഓക്കെ, എൻ്റെ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? വീഡിയോ അല്പം നീണ്ടുപോയി, പല കാര്യങ്ങൾ പറഞ്ഞു ഇനിയും ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ കെടും. അതുകൊണ്ട് ഞാനിനി മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക. ടാറ്റാ, ബൈ ബൈ.